മൈക്രോ ഫിനാൻസ് കേസുകളിൽ അന്വേഷണം എവിടം വരെ എത്തി? അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ വെള്ളാപ്പള്ളിക്കെതിരെ നിർണായക മൊഴികൾ ശേഖരിച്ചിരിക്കുന്നു വിജിലൻസ് സംഘം. അവയിൽ സുപ്രധാനമായ ചില വെളിപ്പെടുത്തലുകൾ റിപ്പോർട്ട് ഇന്നു മുതൽ പുറത്തുവിടുകയാണ്. പാവപ്പെട്ടവർക്ക് 3% പലിശയ്ക്ക് വായ്പ നൽകാനുള്ള മൈക്രോ ഫിനാൻസ് ഫണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ നിർദ്ദേശപ്രകാരം വകമാറ്റി ചെലവഴിച്ചതാണ് ഇതിൽ പ്രധാനം. ഇക്കാര്യത്തിൽ നിർണായക മൊഴി നൽകിയ തിരൂർ SNDP യൂണിയൻ മുൻ ഭാരവാഹി N. വിജയകുമാറിന്റെ നേർസാക്ഷ്യം നമുക്ക് ആദ്യം കേൾക്കാം. 2003 കാലഘട്ടങ്ങളിൽ എൻ്റെ യൂണിയൻ്റെ പ്രസിഡൻ്റായ ബാലൻ KR ബാലൻ എന്ന് പറയുന്ന കക്ഷി ഒരു ദിവസം യൂണിയൻ ഓഫീസിൽ വന്നപ്പോൾ ഒരു ചെക്കുമായിട്ടാണ് വന്നത്. അദ്ദേഹം പറഞ്ഞു, മൈക്രോ ഫൈനാൻസ് ഫണ്ട് SNDP യോഗത്തിന് കിട്ടിയതിൽ തിരൂർ യൂണിയന് ഒരു 7 ലക്ഷം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ നോക്കുമ്പോൾ ഈ തിരൂർ യൂണിയന് നമ്മൾ മൈക്രോ ഫൈനാൻസ് യൂണിറ്റുകളൊന്നും രൂപീകരിച്ചിട്ടില്ല. മാത്രമല്ല, നമ്മൾ യൂണിറ്റുകൾ രൂപീകരിച്ച് അത് പരിശോധിച്ച് ഓഡിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ യോഗത്തിലേക്ക് ശുപാർശ ചെയ്യാൻ ഞങ്ങൾക്ക് ഇത്ര ഫണ്ട് വേണം എന്ന് പറയും. അങ്ങനെ ഒരു കത്തൊന്നും ഞങ്ങൾ അയച്ചിട്ടില്ല. ഇതൊന്നും അല്ലാത്ത രീതിയിലൊരു ചെക്ക് വന്നു. ചെക്ക് ഞങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് സമർപ്പിച്ചതിന് ശേഷം വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടു. ഇങ്ങനെ ചെക്ക് വന്നിട്ടുണ്ടല്ലോ, ഇതെങ്ങനെ കൈകാര്യം ചെയ്യും? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ യൂണിറ്റ് ഒന്നും ആയിട്ടില്ലല്ലോ, തൽക്കാലം അത് ബാലനെടുത്ത് കൊടുക്കുക, അദ്ദേഹം തിരിച്ചടച്ചോളും. അതുപ്രകാരം ഞങ്ങൾ ആ ഫണ്ട് അദ്ദേഹത്തിന് ഏൽപ്പിച്ചു. അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ളാപ്പള്ളി പറയുന്നത് കേട്ട് മൈക്രോ ഫിനാൻസ് ഫണ്ടുകൾ സ്വന്തം പേരിൽ വാങ്ങുന്നത് ഭാവിയിൽ കുരുക്കാകുമെന്ന് തിരിച്ചറിഞ്ഞ് SNDP ഭാരവാഹിത്വം തന്നെ താൻ രാജിവെച്ചതായി വിജയകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ പീഡനം കാരണം ജീവനൊടുക്കിയ KK മഹേഷിന്റെ അനുഭവം തനിക്കും ഉണ്ടായേനെയെന്നും വിജയകുമാർ പറഞ്ഞു. വീണ്ടും ഒരു 50 ലക്ഷം രൂപ ഇങ്ങനെ വരുന്നുണ്ട്, അത് ഒപ്പിട്ട് വാങ്ങണം എന്നൊരു നിർദ്ദേശം വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചെക്കിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ പണത്തിൻ്റെ ബാധ്യത എനിക്കും കൂടിയാവും. അപ്പോൾ എന്നെ കൊണ്ട് അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ബിസിനസ്സുകാരനല്ല. ഇത്രയും 50 ലക്ഷം രൂപയുടെ അന്നത്തെ സ്ഥിതിയിൽ 50 ലക്ഷം രൂപ ബാധ്യതയായി വന്നാൽ എന്നെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ യൂണിയൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് 2006 നവംബർ മാസം 26-ാം തീയതി സ്വമതയാ ലീവിൽ മാറിയതാണ്. പിന്നീട് ഞാൻ സംഘടനാ പ്രവർത്തനമായിട്ട് സജീവമായി പ്രവർത്തിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മഹത്യാക്കുറിപ്പൊക്കെ ഞാനും കാണുകയുണ്ടായി. അപ്പോൾ ഇത് അന്നേ ഞാൻ മനസ്സിൽ കണ്ടു. ഇതിങ്ങനെ ഒരു വലിയ മുതലാളിമാരും ഈ അത്ര തന്നെ സാമ്പത്തില്ലാത്ത ആളുകളും തമ്മിൽ ഒരേപോലെ ഇത്തരം ഫണ്ടുകൾ കൈകാര്യം ചെയ്താൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വല്ല ആത്മഹത്യ ചെയ്യുകയോ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഭാവിയിൽ ഇത് അപകടകരമാകും എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ സംഘടനാ പ്രവർത്തനത്തിന് തൽക്കാലം അല്ലെങ്കിൽ സംഘടനയോട് വിരോധം ഉണ്ടായിട്ടല്ല, ഇത്തരം അപകടകരമായ കാര്യങ്ങളിലേക്ക് സംഘടന നീങ്ങുന്നത് ശ്രദ്ധയപ്പെട്ടപ്പോൾ ഞാൻ സ്വയം ഒഴിഞ്ഞു മാറിപ്പോന്നതാണ്. മൈക്രോ ഫിനാൻസ് വായ്പ വെള്ളാപ്പള്ളിക്ക് വേണ്ടപ്പെട്ടവർക്ക് നൽകാൻ വ്യാജരേഖകൾ ഉണ്ടാക്കിയത് വിജിലൻസ് മുൻപേ കണ്ടെത്തിയെന്നും വിജയകുമാർ. തന്റെ ഒപ്പില്ലാതെയുള്ള വ്യാജരേഖകളാണ് വായ്പ അനുവദിച്ചുകൊണ്ടുള്ള പല ഫയലുകളിലും ഉള്ളതെന്നും വിജിലൻസിന് മൊഴി നൽകിയ ശേഷം വിജയകുമാർ റിപ്പോർട്ടിനോട് വെളിപ്പെടുത്തി. തിരുവനന്തപുരത്ത് വിളിച്ചപ്പോൾ വിജിലൻസിൻ്റെ SP എനിക്ക് കുറേ പേപ്പർ കാണിച്ചു തന്നു. അതിൽ ഞങ്ങളിവിടെയൊക്കെ ഓരോ യൂണിറ്റുകൾക്കും വിതരണം നടത്തിയതായിട്ട് ആരോ എഴുതി കൊടുത്ത കുറേ പേപ്പർ തന്നു. അതൊന്നും ഞാൻ സൈൻ ചെയ്തിട്ടില്ല, എൻ്റേതല്ല. അത് അദ്ദേഹത്തിന് ബോധ്യമായി. കാരണം ഞങ്ങളിവിടെ ചെക്ക് കൈമാറിയതിനൊക്കെ മുമ്പേ ഈ ഫണ്ട് വിതരണം ചെയ്തതായിട്ടാണ് അവിടെ കാണിക്കുന്നത്. ഒരു മാസം മുമ്പ് ഇവിടെ എല്ലാ സ്ഥലത്തും ഈ ഫണ്ട് വാങ്ങി വിതരണം ചെയ്തുകൊണ്ടൊക്കെ. പക്ഷേ അതിൽ ആ തീയതിയിലെ വ്യത്യാസം അത് അവിടുത്തെ അന്നത്തെ വിജിലൻസ് SP തന്നെ എൻ്റെ ശ്രദ്ധയപ്പെടുത്തുകയും ഞങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട്. കാരണം ഇത് നിങ്ങൾ ചെക്ക് വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പൈസ നിങ്ങളിവിടെ കൊടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. മുമ്പെങ്ങും ഉണ്ടാകാത്ത പ്രതിസന്ധിയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയെ കാത്തിരിക്കുന്നത്. 100-ലേറെ മൈക്രോ ഫിനാൻസ് കേസുകളിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇവയിൽ 4-ലെങ്കിലും 10 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. എല്ലാത്തിലും വെള്ളാപ്പള്ളി നടേശൻ പ്രതിസ്ഥാനത്ത് വരും. ഇതിന്റെ ഭാഗമായാണ് വിജയകുമാർ അടക്കം 10ഓളം സുപ്രധാന സാക്ഷികളുടെ മൊഴികൾ അവസാന ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. വിവരങ്ങളുമായി അനിൽ ഇമ്മാനുവൽ ചേരുന്നു. അനിൽ ഇമ്മാനുവൽ, ഗുഡ് മോർണിംഗ്. അനിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമുള്ളത് ഇപ്പോൾ വിജയകുമാർ നൽകിയതുപോലെയുള്ള മൊഴികളാണ് ഈ 10ഓളം സാക്ഷികൾ നൽകിയതെങ്കിൽ അതുമാത്രം മതി നിലവിൽ ഈ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശന് കുരുക്ക് മുറുകാൻ. 4-5 കുറ്റപത്രമെങ്കിലും വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ സമർപ്പിക്കുകയാണെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് SN ട്രസ്റ്റ് സ്ഥാനത്ത് നിന്ന് ചുമതല ഒഴിയേണ്ടി വരില്ലേ? ചുരുക്കത്തിൽ കുരുക്കായി മാറുകയാണോ മൊഴികൾ?
അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും വലിയ കുരുക്കാവുകയാണ്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചുമതലയേറ്റ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാകും ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെയുള്ള മൊഴികളാണ് കേരളത്തിലെ പല ഭാഗത്തു നിന്നും ആളുകൾ മുൻപ് യൂണിയൻ ഭാരവാഹികളായിരുന്നവർ വിജിലൻസിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവരിൽ ചിലരെങ്കിലും മുൻപ് മൊഴികൾ നൽകിയവരാണ്. മറ്റു ചിലർ മുൻപെങ്ങും ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവരെല്ലാം ഇപ്പോൾ തുറന്നു പറയുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കൊലച്ചതിയാണ് പാവപ്പെട്ട ആളുകളോട് ചെയ്തത്, അല്ലെ സമുദായ അംഗങ്ങളോട് ചെയ്തത് എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം അവർക്ക് നിർധനരായ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനായി മൈക്രോ ഫിനാൻസ് വായ്പകൾ നൽകാൻ എന്ന പേരിൽ എടുക്കുന്ന തുകയാണ് ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്ക് ബിസിനസ് ചെയ്യാനും അതിലൊരു വിഹിതം അദ്ദേഹത്തിന് തന്നെ വാങ്ങിച്ചെടുക്കാനും എല്ലാമായി ജനറൽ സെക്രട്ടറി ഇത്തരം തന്ത്രങ്ങളെല്ലാം ആവിഷ്കരിക്കുന്നത്. ഇതിൽ വിജയകുമാർ പറഞ്ഞത് ഒരു ക്ലാസിക് എക്സാമ്പിളാണ്. അതായത് തിരൂർ യൂണിയൻ അക്കാലത്ത് 2003 ഓർക്കണം 7 ലക്ഷം രൂപ തിരൂർ യൂണിയന് 7 ലക്ഷം രൂപ വരുന്നു. പക്ഷേ യൂണിയൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയോ ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ കൊടുക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ 7 ലക്ഷം വരുന്നു. 7 ലക്ഷത്തിന്റെ ചെക്ക് കിട്ടുന്നു. ചെക്ക് മാറിയ ശേഷം ജനറൽ സെക്രട്ടറി ചോദിക്കുന്നത് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അന്നത്തെ പ്രസിഡന്റ്, അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണ്, KR ബാലൻ, അദ്ദേഹത്തിന് കൊടുത്തേക്കൂ, നിങ്ങൾക്ക് അതിൽ യൂണിറ്റുകളില്ലല്ലോ, ഇത് വിതരണം ചെയ്യുന്ന യൂണിറ്റുകളില്ലല്ലോ എന്ന് പറയുന്നു. അദ്ദേഹത്തിന് കൊടുക്കുന്നു. അദ്ദേഹം കൃത്യമായി തിരിച്ചടച്ചുവെന്ന് ഈ വിജയകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ഒന്ന് ഓർക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ 3% പലിശക്കെടുത്ത് ബിസിനസ്സുകാർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയുള്ള പലിശ ഉള്ള പരിപാടിയല്ലേ. പിന്നോക്ക വികസന ക്ഷേമ കോർപ്പറേഷനിൽ നിന്ന് മൈക്രോ ഫിനാൻസ് വായ്പകൾക്ക് വേണ്ടി മാത്രം അനുവദിക്കുന്ന തുകയാണ്. അതാണ് 12% പലിശയ്ക്കാണ് വെള്ളാപ്പള്ളി നടേശൻ ഇവർക്ക് നൽകുന്നത്. ഇവർ ബിസിനസ് ചെയ്ത് തിരിച്ചടയ്ക്കുമ്പോൾ 12% പലിശ ഈടാക്കേണ്ടത്. മറ്റു പലരും ഇതേ കണക്ക് തന്നെ നമ്മോട് പറഞ്ഞത് 12 മുതൽ 18% വരെ പലിശ വെള്ളാപ്പള്ളി നടേശൻ ഈടാക്കുന്നുണ്ട്. അദ്ദേഹത്തിനാണ് ആ വരുമാനം പോകുന്നത്. മറ്റൊരു തരം തട്ടിപ്പെന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ചില യൂണിയനുകളെ കൊണ്ട്, അത് നമുക്ക് മൊഴിയായി ലഭിച്ചിട്ടുണ്ട്, ചില യൂണിയനുകളെ കൊണ്ട് അദ്ദേഹം തന്നെ വായ്പ എടുപ്പിക്കുന്നു. 15 ലക്ഷം 25 ലക്ഷം എടുപ്പിക്കുന്നു. അതിനുശേഷം ഈ 25-ൽ 10 ഇങ്ങോട്ട് എത്തിച്ചേക്കൂ എന്ന് പറയുന്നു. അപ്പോൾ ആ 10 ലക്ഷത്തിൽ എങ്ങനെ മാനേജ് ചെയ്യും? അത് കാരണം 3% വായ്പ പലിശയുള്ളൂ. അപ്പോൾ നിങ്ങൾ അതെടുത്തിട്ട് മറ്റൊരു 12-18% മറ്റാർക്കെങ്കിലും നൽകുകയോ ബിസിനസ് ചെയ്യുകയോ ചെയ്താൽ അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിലൂടെ ഈ അദ്ദേഹത്തിന് നൽകുന്ന ജനറൽ സെക്രട്ടറി നൽകുന്ന 10 ലക്ഷം മാനേജ് ചെയ്ത് ചെയ്യാം. ഇതാണ് അദ്ദേഹത്തിന്റെ തന്ത്രം. അപ്പോൾ ഈ തരത്തിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്ക് അടുപ്പക്കാർക്കും അദ്ദേഹത്തിനൊപ്പം നിൽക്കുമെന്ന് ഉറപ്പുള്ള സമ്പന്നരായ അംഗങ്ങൾക്കും വേണ്ടിയാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നാണ് ഇവരെല്ലാവരും ഒരുപോലെ പറയുന്നത്. മാത്രമല്ല, പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രോജക്റ്റ് പ്രപ്പോസലോ അല്ലെങ്കിൽ ആവശ്യമായ രേഖകളെല്ലാം തയ്യാറാക്കി നൽകുന്നത് ജനറൽ സെക്രട്ടറിയെ ഒപ്പിട്ടാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. 124ഓളം കേസുകൾ ഇക്കാര്യത്തിലുണ്ട്. ഇതിലെല്ലാം അദ്ദേഹം പ്രതിയാവും. പിന്നീട് പ്രതിയാകാൻ പോകുന്നത് അതാത് യൂണിയൻ ഭാരവാഹികളും. അതാണ് അരുൺകുമാർ. ഓക്കെ, എന്തായാലും അത് 10 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ കുറ്റപത്രത്തിൽ ഈ മൊഴികളൊക്കെ ഉണ്ടെങ്കിൽ അത് വെള്ളാപ്പള്ളി നടേശന് വലിയ കുരുക്കായി മാറുകയും ചെയ്യും. വെള്ളാപ്പള്ളി നടേശന്റെ ഈ SNDP യോഗത്തിന്റെ ചുമതലയിലേക്ക് വന്നതിന് ശേഷം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി അത് മാറുകയും ചെയ്യും. തുടർ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. കൂടുതൽ മൊഴികൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് വിജയകുമാറിന്റെ നിർണായകമായ മൊഴിയാണ്. താങ്ക് യു അനിൽ.